ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെ ചൊല്ലി രാഷ്ട്രീയ പോര്. പഞ്ചാബ്, ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ആം ആദ്മി പാർട്ടി ബി.ജെ.പിയുമായി സന്ധി ചെയ്തെന്നും പ്രതീക്ഷിത തിരക്കഥയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ രാഹുൽ ഗാന്ധിയും റോബർട്ട് വധേരയും ജയിലിൽ പോയോ എന്നായിരുന്നു കെജ്രിവാളിന്റെ തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഒന്നടങ്കം വിധിയെ സ്വാഗതം ചെയ്യുമ്പോഴാണ് കോൺഗ്രസ് ഇത് ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നത്. രാകേഷ് ഉണ്ട്. രാകേഷ്, കോടതി ചോദിച്ച നിരവധി ചോദ്യങ്ങളുണ്ട് CBIയോട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് നിങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണം വളരെ കൃത്യമായി മോദിക്കും അമിത്ഷായ്ക്കുമെതിരെയായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു സംശയം? രഞ്ജിത്ത്, ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ ഒന്നടങ്കം കേജ്രിവാളിന് പിന്തുണയുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. സമാജ്വാദി പാർട്ടിയും RJD ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയവരൊക്കെ തന്നെ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ തന്നെ കുറിച്ചിരുന്നു. പക്ഷേ കോൺഗ്രസ് അത്തരമൊരു നിലപാടല്ല ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ആദ്യം തന്നെ ഈ പരാതി നൽകുന്നത് കോൺഗ്രസ് ആണ്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് 2022 ഈ പരാതി നൽകിയത് കോൺഗ്രസ് ആയിരുന്നു. ലഫ്റ്റനന്റ് ഗവർണർക്കായിരുന്നു അന്നത്തെ ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു. പിന്നീട് കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റുന്നതും കണ്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടു പാർട്ടികളും സഖ്യമായി മത്സരിച്ചപ്പോൾ കേജ്രിവാൾ അടക്കമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാംലീല മൈതാനിയിൽ വലിയ റാലി നടത്തിയതാണ്. അന്ന് അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുന്നു എന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ആ സഖ്യം തെറ്റിപ്പോയി, പിളർന്നു. ആ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മദ്യനയം കോൺഗ്രസ് സജീവ ചർച്ചയാക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ വലിയ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് മുൻകൂട്ടി നിശ്ചയിച്ചൊരു തിരക്കഥയാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ധാരണയാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു. ഒന്ന് ഗുജറാത്തും മറ്റൊന്ന് പഞ്ചാബുമാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് നിലവിൽ ഭരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നീക്കുപോക്കെന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. രണ്ടാമത്തത് ഗുജറാത്താണ്. തുടർച്ചയായി BJP ഭരിച്ചു വരുന്ന സംസ്ഥാനം. അവിടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ പടിപടിയായി വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 7% വോട്ട് അവർ നേടിയിട്ടുണ്ട്. 5 സീറ്റുകളിലും അവർ വിജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം ചില നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ധാരണയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഏതായാലും അതിന് മറുപടിയായാണ് ഇപ്പോൾ ഇന്നലെ കേജ്രിവാൾ തന്നെ രംഗത്ത് വന്നത്. ഇന്നലെ വൈകിട്ട് ഏറെ വൈകി നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്, താനും മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ പോയി, രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ റോബർട്ട് വാദ്രയോ അത്തരത്തിൽ ജയിലിൽ പോയോ, കോൺഗ്രസ് നാണമില്ലേ എന്ന ചോദ്യമാണ് കേജ്രിവാൾ ചോദിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഏതായാലും BJP ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. BJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കുറ്റവിമുക്തനാക്കി എന്നതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന അഭിപ്രായം, അങ്ങനത്തെ ഒരു നിലപാടില്ല എന്ന പ്രതികരണമാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു രാഷ്ട്രീയമായി തന്നെ ആം ആദ്മി പാർട്ടി ഇതിനെ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർക്ക് ഡൽഹി നഷ്ടപ്പെടാൻ ഇടയാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ നേതാക്കളുടെയൊക്കെ തന്നെ ജയിലിലായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, അഴിമതി വിരുദ്ധ പ്രതിച്ഛായയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ മദ്യനയ അഴിമതിയോടുകൂടി നേതാക്കൾ അഴിമതിക്കാരാണെന്ന് പ്രതീതി ഉണ്ടാക്കാനെന്ന് BJPക്ക് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ കോടതി കുറ്റവിമുക്തനാക്കിയത് അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വീണ്ടും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ BJPയെ വെല്ലുവിളിച്ചതും 10 സീറ്റിൽ കൂടുതൽ BJPക്ക് നേടാൻ കഴിയില്ല എന്നൊക്കെ തന്നെ കേജ്രിവാൾ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നും വലിയ ചർച്ച ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.